ദി ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ മലയാള ശബ്ദാവിഷ്കാരം എപ്പിസോഡ് 22 1882 ഒക്ടോബർ 24 ചൊവ്വാഴ്ച. ഉച്ച കഴിഞ്ഞ് 3-4 മണിയായി കാണും. കൽക്കട്ടയിൽ നിന്ന് ബൽറാമും എമ്മും എത്തുമ്പോൾ മാസ്റ്റർ ഭക്ഷണം സൂക്ഷിച്ചിരുന്ന അലമാരയുടെ സമീപം നിൽക്കുകയായിരുന്നു. അവരെ കണ്ടതും അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാൻ അലമാരയിൽ നിന്നും കുറച്ച് മധുരപലഹാരങ്ങൾ എടുക്കാൻ പോവുകയായിരുന്നു. എൻ്റെ കൈ വെച്ചതും ഒരു പല്ലി എൻ്റെ ദേഹത്ത് വീണു. ഉടനെ തന്നെ ഞാൻ കൈ എടുത്തു മാറ്റി. എല്ലാവരും ചിരിച്ചു. മാസ്റ്റർ തുടർന്ന് പറഞ്ഞു, ഓ അതെ, ഇതെല്ലാം ശ്രദ്ധിക്കണം. രാഘലിന് അസുഖമാണ്. എൻ്റെ കൈകാലുകൾക്കും വേദനയുണ്ട്. എന്താണ് കാര്യമെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് രാവിലെ ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കണ്ട ഒരു ശകുനം തന്നെ. ഞാൻ രാഘലിനായി നിയോഗിച്ച വ്യക്തി. അതെ, ശാരീരിക സവിശേഷതകൾ പഠിക്കണം. കഴിഞ്ഞ ദിവസം നരേന്ദ്രൻ തൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ടുവന്നു. അവൻ്റെ ഒരു കണ്ണ് നല്ലതായിരുന്നില്ല. നരേന്ദ്രൻ എന്തിനാണ് ഈ കുഴപ്പങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? ഒരാൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ അവൻ കൊണ്ടുവരുന്ന ഒരു ഭക്ഷണവും എനിക്ക് കഴിക്കാൻ കഴിയുകയില്ല. അവൻ 20 രൂപ ശമ്പളത്തിൽ ഒരിടത്ത് ജോലി ചെയ്യുന്നു. മറ്റൊരു 20 രൂപ കള്ള ബില്ലുകൾ എഴുതി സമ്പാദിക്കുന്നു. അവൻ്റെ മുന്നിൽ എനിക്ക് ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയില്ല. അവൻ കള്ളം പറയുന്നു. ചിലപ്പോൾ 2-3 ദിവസം ജോലിക്ക് പോകാതെ ഇവിടെ തന്നെ ഇരിക്കും. അയാളുടെ ഉദ്ദേശ്യം എന്താണെന്നറിയാമോ? ഞാൻ അയാളെ മറ്റൊരിടത്ത് ജോലിക്ക് ശുപാർശ ചെയ്യണം. ബൽറാം വൈഷ്ണവ ഭക്തരുടെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അവൻ്റെ പിതാവ് ഇപ്പോൾ വൃദ്ധനാണ്. അദ്ദേഹം സാത്വികനായ ഒരു ഭക്തനാണ്. തലയിൽ കുടുമയും കഴുത്തിൽ തുളസിമാലയും കയ്യിൽ ഒരു ജപമാലയും ഉണ്ട്. ഈശ്വരനാമം ജപിക്കാനായി അദ്ദേഹം തൻ്റെ സമയം ചെലവഴിക്കുന്നു. ഒറീസയിൽ ധാരാളം സ്വത്തുക്കളുണ്ട്. കൂടാതെ കോത്താറിലും വൃന്ദാവനത്തിലും മറ്റ് സ്ഥലങ്ങളിലും രാധാകൃഷ്ണ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു സൗജന്യ അതിഥി മന്ദിരങ്ങൾ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ബൽറാമിനോടായി പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരാൾ ഇവിടെ വന്നിരുന്നു. അയാൾ കഴിഞ്ഞ ദിവസം എന്ത് ധിക്കാരമാണ് നിങ്ങളോട് പറഞ്ഞത്? എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരു പരമഹംസർ വന്നു. അദ്ദേഹത്തിന് കോഴിക്കറി നൽകി സൽക്കരിച്ചു എന്ന്. എൻ്റെ ഇന്നത്തെ മാനസികാവസ്ഥയിൽ ദേവിക്ക് നേദിക്കുന്ന മീൻ കറി ഞാൻ കഴിക്കാറുണ്ട്. മാതാവിന് സമർപ്പിച്ചാലും എനിക്ക് മാംസം കഴിക്കാൻ കഴിയില്ല. ചിലപ്പോൾ അത് തൊട്ടു നോക്കാതിരുന്നാൽ ദേവി ദേഷ്യപ്പെടുമെന്ന് കരുതി ഞാൻ തൊട്ടു നോക്കാറുണ്ട്. എൻ്റെ ഈ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഒരിക്കൽ ഞാൻ ബുർദ്വാനയിൽ നിന്നും കാളവണ്ടിയിൽ കമർപുക്കൂറിലേക്ക് പോവുകയാണ്. ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. കുറേ ആളുകൾ വണ്ടിയുടെ അടുത്ത് ഒത്തുകൂടി. എൻ്റെ കൂടെയുള്ളവർ കൊള്ളക്കാരാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോൾ ദൈവത്തിൻ്റെ നാമങ്ങളെ ആവർത്തിക്കാൻ തുടങ്ങി. ചിലപ്പോൾ കാളിയെയും ചിലപ്പോൾ രാമനെയും ചിലപ്പോൾ ഹനുമാനെയും വിളിച്ചു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എം ചിന്തിച്ചു. ദൈവം ഒന്നാണെന്നും എന്നാൽ വിവിധ പേരുകളിൽ വിളിക്കപ്പെടുന്നുവെന്നും ഗുരുദേവൻ സൂചിപ്പിക്കുകയാണോ? മാസ്റ്റർ തുടർന്ന് പറഞ്ഞു, മായ സ്ത്രീയും സ്വർണവും അല്ലാതെ മറ്റൊന്നുമല്ല. അതിനിടയിൽ ജീവിക്കുന്ന ഒരു പുരുഷന് ക്രമേണ തൻ്റെ ആത്മീയതയിലുള്ള ജാഗ്രത നഷ്ടപ്പെടുന്നു. തൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെന്ന് അയാൾ കരുതുന്നില്ല. തോട്ടപ്പണിക്കാരൻ്റെ തലയിൽ രാത്രിയിലെ മണ്ണിൻ്റെ ഒരംശം പറ്റിപ്പിടിക്കുന്നു. കാലക്രമേണ അതിനോടുള്ള വെറുപ്പ് അവന് നഷ്ടപ്പെടുകയും ചെയ്യും. കീർത്തനങ്ങളും നാമജപവും ചെയ്യുന്നതിലൂടെ ഒരാളിൽ ക്രമേണ ഈശ്വരസ്നേഹം വളരുന്നു. നാമം ജപിക്കുമ്പോൾ ലജ്ജിക്കേണ്ടതില്ല. അതിൽ നാണം, വെറുപ്പ്, ഭയം ഇവ എന്തെങ്കിലും ഉള്ളിടത്തോളം കാലം ശ്രമം വിജയിക്കുകയുമില്ല. ഞാൻ മാത്തൂർ ബാബുവിനോടൊപ്പം വൃന്ദാവനത്തിൽ പോയി. ഹൃദയയും മാത്തൂരിൻ്റെ കുടുംബത്തിലെ സ്ത്രീകളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. കാളിയദമൻ ഘട്ട് കണ്ടപ്പോൾ എന്നിൽ ഈശ്വര സാമീപ്യത്തിൻ്റെ അനുഭൂതിയുണ്ടായി. ഞാൻ പൂർണ്ണമായും അതിൽ ലയിച്ചു. ഹൃദയ എന്നെ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ കാളിയദമൻ ഘട്ടിൽ കുളിപ്പിക്കുമായിരുന്നു. സന്ധ്യാസമയത്ത് മേച്ചിൽ സ്ഥലങ്ങളിൽ നിന്നും പശുക്കൾ യമുനയുടെ മണൽത്തീരത്തിലൂടെ മടങ്ങുമ്പോൾ ഞാൻ ആ തീരത്തുകൂടി നടക്കും. കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിൽ ഞാനൊരു ഭ്രാന്തനെ പോലെ അവർക്കിടയിലൂടെ ഓടി കരഞ്ഞുകൊണ്ട് തിരക്കി, കൃഷ്ണ നീ എവിടെയാണ്? കൃഷ്ണ നീ എവിടെയാണ്?
ഞാനൊരു പല്ലക്കിൽ ശ്യാമകുണ്ടത്തിലേക്കും രാധാകുണ്ടത്തിലേക്കും പോയി. ഗോവർദ്ധന പർവ്വതം ദർശിച്ചപ്പോൾ ശ്രീകൃഷ്ണ സാമീപ്യത്തിൻ്റെ ദിവ്യാനുഭൂതിയിൽ ഞാൻ വികാരാധീനനായി. പർവ്വതത്തിന് മുകളിൽ ഓടിക്കയറി. എനിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ബോധം എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നീട് താഴേക്കിറങ്ങാൻ അവിടുത്തെ താമസക്കാർ എന്നെ സഹായിച്ചു. ശ്യാമകുണ്ടത്തിലെയും രാധാകുണ്ടത്തിലെയും പുണ്യക്ഷേത്രങ്ങളിലേക്കുള്ള വഴിയിലെ പുൽമേടുകളും മരങ്ങളും കുറ്റിച്ചെടികളും പക്ഷികളും മാനുകളുമൊക്കെ എന്നെ ലഹരി പിടിപ്പിച്ചു. ഞാൻ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ വസ്ത്രങ്ങൾ കണ്ണുനീർ കൊണ്ട് നനഞ്ഞു. ഞാൻ പറഞ്ഞു, കൃഷ്ണ, ഇവിടെ എല്ലാം പണ്ടത്തെ പോലെ തന്നെയുണ്ട്. പക്ഷേ നീ മാത്രമില്ലല്ലോ. കൃഷ്ണ, നീ എവിടെയാണ്? പല്ലക്കിലിരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞില്ല. ഹൃദയം എൻ്റെ പല്ലക്കിനെ പിന്തുടർന്നു. എന്നെ സൂക്ഷിക്കണമെന്ന് അവൻ പല്ലക്ക് ചുമക്കുന്നവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. വൃന്ദാവനത്തിൽ വെച്ച് ഗംഗാമായിക്ക് എന്നോട് വളരെ സ്നേഹം തോന്നി. നിധുവനത്തിനടുത്തുള്ള ഒരു കുടിലിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു വൃദ്ധയായിരുന്നു അവർ. എൻ്റെ ആത്മീയാവസ്ഥയെയും ഉന്മാദാവസ്ഥയെയും പരാമർശിച്ച് അവർ ഇങ്ങനെ പറഞ്ഞു, ഇവൻ രാധയുടെ അവതാരമാണ്. ദുലാലി എന്നാണ് അവർ എന്നെ വിളിച്ചിരുന്നത്. അവർ കൂടെയുള്ളപ്പോൾ ഞാൻ വീടും ഭക്ഷണവും കുളിയും എല്ലാം മറന്നു. ചില ദിവസങ്ങളിൽ ഹൃദയ് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് എനിക്ക് നൽകുമായിരുന്നു. ഗംഗാമായി എനിക്ക് വിളമ്പി തരുമായിരുന്നു. എനിക്ക് വേണ്ടി അവർ സ്വന്തം കൈകൾ കൊണ്ട് ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്തു. ഗംഗാമായി ഇടയ്ക്കിടെ ദിവ്യദർശനത്തിൻ്റെ ഉന്മാദാവസ്ഥ പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരം സമയങ്ങളിൽ ഒരു വലിയ ജനക്കൂട്ടം അവരെ കാണാനെത്തും. ഇങ്ങനെ ഒരു ദിവസം അവർ ഹൃദയയുടെ ചുമലിൽ കയറിയിരിക്കുകയും ചെയ്തു. എനിക്ക് ഗംഗാമായിയെ ഉപേക്ഷിച്ച് കൽക്കത്തയിലേക്ക് മടങ്ങാൻ താല്പര്യം തോന്നിയില്ല. അവരുടെ കൂടെ എൻ്റെ താമസത്തിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. എനിക്ക് കഴിക്കാൻ നല്ലതുപോലെ വേവിച്ച ചോറ് വേണമായിരുന്നു. കുടിലിൻ്റെ ഇരുവശത്തുമായി ഞങ്ങളുടെ കിടക്കകളും ഒരുക്കി. ക്രമീകരണങ്ങളെല്ലാം വീക്ഷിച്ച് ഹൃദയ് എന്നോട് ചോദിച്ചു, നിന്റെ വയർ വളരെ മൃദുവാണ്. ഇവിടെ നിന്നെ ആരാണ് പരിപാലിക്കുക? ഗംഗാമായി ഇടപെട്ട് പറഞ്ഞു, അതെന്താ, ഞാൻ അവനെ നോക്കുമല്ലോ, അവനെ പരിപാലിക്കുമല്ലോ. ഹൃദയ് ഒരു കൈകൊണ്ടും ഗംഗാമായി മറു കൈകൊണ്ടും എന്നെ വലിച്ചുകൊണ്ടു പോകാൻ തുടങ്ങി. ഇവിടെ ടെമ്പിൾ ഗാർഡനിലെ നഹബത്തിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അമ്മയെ ഞാൻ ഓർമ്മിച്ചു. അമ്മയിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഗംഗാമയ്യോട് ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് പോകണം. ഏകദേശം 11 മണിയോടെ മാസ്റ്റർ തൻ്റെ ഭക്ഷണം കാളീക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന പ്രസാദവും വഴിപാടുകളും കഴിച്ചു. ഉച്ചനേരത്തെ ചെറിയ വിശ്രമത്തിന് ശേഷം അദ്ദേഹം ഭക്തരുമായി സംസാരിക്കാനിരുന്നു. ഇടയ്ക്കിടെ ഓം ഉച്ചരിക്കുകയും നാമം ജപിക്കുകയും ചെയ്തു. സൂര്യാസ്തമയത്തിന് ശേഷം ക്ഷേത്രങ്ങളിൽ സന്ധ്യാപൂജകൾ നടന്നു. വിജയദശമി ദിവസമായതിനാൽ ഭക്തർ ആദ്യം ശാരദാദേവി മാതാവിനെ വന്ദിക്കുകയും തുടർന്ന് ഗുരുദേവൻ്റെ പാദരേണുക്കൾ ശിരസിൽ അണിയുകയും ചെയ്തു.